അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രത്തോളം വലിയ ക്രൂരനാവാൻ വേണ്ടി കഴിയുന്നത്? തന്നെ 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട തന്നെ പോറ്റി വളർത്തിയ 25 വയസ്സ് വരെ തന്നെ പോറ്റി വളർത്തിയ സ്വന്തം ഉമ്മയെയാണ് ഒരു മകൻ വളരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വാർത്തയാണ്, നമ്മുടെയൊക്കെ മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന, വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. സ്വന്തം മകനാണ് സ്വന്തം ഉമ്മയെ ഒരു മനസാക്ഷിയുമില്ലാതെ, ഒരു ദയവുമില്ലാതെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതും ആ ഉമ്മ ഒരു രോഗിയാണ്, ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഉമ്മയെയാണ്. അടുത്ത ദിവസമാണ് ആ ഉമ്മയുടെ സർജറി കഴിഞ്ഞത്. ആ സർജറി കഴിഞ്ഞ് തൻ്റെ സഹോദരിയുടെ വീട്ടിൽ വിശ്രമിക്കുന്നതിനിടെയാണ് മകൻ വന്ന് ഉമ്മയെ വളരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. സംഭവം നടന്നത് താമരശ്ശേരിയിലാണ്. താമരശ്ശേരി അടിവാരം കൈതപ്പൊയിൽ 30 ഏക്കറിൽ കായ്ക്കൽ സുബൈദ എന്ന് പറയുന്ന 55 വയസ്സുകാരിയായ ഉമ്മയെയാണ് ആ ഉമ്മയുടെ 25 വയസ്സുകാരനായ ആഷിഖ് എന്ന് പേരുള്ള ചെറുപ്പക്കാരൻ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ ആഷിഖ് ഈ മയക്കുമരുന്നിന് അഡിക്റ്റായിരുന്നു അത്ര. അങ്ങനെ ആഷിഖിൻ്റെ ഈ ഒരു ദുശ്ശീലം ഒന്ന് മാറ്റുന്നതിന് വേണ്ടി നന്നായി പഠിച്ചിരുന്നൊരു കുട്ടിയായിരുന്നു അത്ര. ചെറുപ്പത്തൊക്കെ +2 നന്നായി പഠിച്ചിരുന്നു. അങ്ങനെ +2 ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ തന്നെ ഡിഗ്രിക്ക് അഡ്മിഷനും കിട്ടിയതാണ്. ആ സമയത്താണ് ഇവൻ മയക്കുമരുന്നിന് അഡിക്റ്റായി മാറുന്നത്. അങ്ങനെ ചില കേസുകളിൽ മറ്റുമൊക്കെ പ്രതിയാകുന്നു. പിന്നെ ഇവൻ്റെ ഈ ഒരു ശീലം മാറ്റുന്നതിന് വേണ്ടി ബംഗളൂരുവിലുള്ള ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി അവിടെ ഇവൻ ചികിത്സയിലായിരുന്നു അത്രേ. അതിനിടക്കാണ് ഇവൻ 2 ദിവസം മുമ്പ് നാട്ടിലെത്തുന്നത്. ഇവൻ്റെ ഉമ്മ സുബൈദ എന്ന് പറയുന്ന ഈ കായ്ക്കൽ സുബൈദ എന്ന് പേരുള്ള 55 വയസ്സുകാരിയായ ഉമ്മാക്ക് ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിച്ചിരുന്നു. ആ ഉമ്മ അതിൻ്റെ ചികിത്സയിലായിരുന്നു. അങ്ങനെ അതിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ സഹോദരിയുടെ വീട്ടിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി വന്നതാണ് ഈ ഉമ്മ. സഹോദരിയാണ് ഞാൻ ജോലി ആവശ്യാർത്ഥം കഴിഞ്ഞ ദിവസം പുറത്തു പോയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മകൻ ബംഗളൂരുവിൽ നിന്ന് വന്നതിന് ശേഷം തൻ്റെ സുഹൃത്തുക്കളായി പല സ്ഥലത്തും കറങ്ങാനൊക്കെ പോയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നലെ തൻ്റെ ഉമ്മയെ കാണാൻ വേണ്ടി മകൻ വരുന്നത്. ഉമ്മയെ കാണാൻ വേണ്ടി വന്ന ഈ 25 വയസ്സുകാരനായ ആഷിഖ് ഉമ്മ താമസിക്കുന്ന ഈ സഹോദരിയുടെ വീടിന് സമീപത്തുള്ള വീട്ടിൽ ചെന്നിട്ട് തേങ്ങ പൊതിക്കാനാണ്, ഒന്ന് കത്തി വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആ വീട്ടുകാർ തേങ്ങ പൊതിക്കാനല്ലേ എന്നും കരുതി കത്തി കൊടുത്തു. ആ കത്തിയും വാങ്ങി കൊണ്ടുവന്ന് തൻ്റെ ഉമ്മയെ, തൻ്റെ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന സർജറി, ബ്രെയിൻ ട്യൂമറിനുള്ള സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഉമ്മയാണ് ഒരു ദയയും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ വളരെ ക്രൂരമായി, വളരെ നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. എന്നിട്ടൊരു കൂസലും ഇല്ലാതെ, ഈ ശബ്ദം കേട്ട് നാട്ടുകാരൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിയെത്തിയത്രേ. എന്നിട്ട് ഇവനൊരു കൂസലും ഇല്ലാതെ വീടിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് പൈപ്പിൽ നിന്ന് ഈ കത്തിയൊക്കെ കഴുകി എന്നിട്ട് വീട്ടിനകത്ത് കയറി വാതിലടച്ച് വീടിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു അത്ര. പിന്നെ നാട്ടുകാരാണ് വാതിലൊക്കെ തള്ളി തുറന്ന് ഇവനെ പിടിച്ച് പോലീസുകാരെ ഏൽപ്പിക്കുന്നത്. ഉമ്മ അപ്പം തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു മുസ്ലിം നാമധാരിയായ ഒരു ചെറുപ്പക്കാർ, ഒരു മുസ്ലിം കുടുംബത്തിൽ നടന്ന സംഭവമാണ്. നമ്മുടെ ഉമ്മയോട് ചേ എന്ന് പോലും, മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയാൻ പാടില്ല എന്ന് പഠിച്ചിട്ടുള്ള ആളുകളാണ്. ഏതോ ഒരു മോശം കൂട്ടുകെട്ടിൽ ലഹരിക്ക് അടിമയായി. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം, പുതിയ കാലത്ത് ലഹരിക്ക് അടിമകളായി സ്വന്തം മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന, സുഹൃത്തുക്കളെ കൊലപ്പെടുത്തുന്ന, വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന എത്രയോ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്. മക്കളെയൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ടുന്നൊരു കാലഘട്ടമാണ്. സ്വന്തം ഉമ്മയാണ് എന്ന ബോധം പോലും ഇല്ലാതെ ഇങ്ങനെ ക്രൂരമായി ഒരു മനുഷ്യൻ കൊലപ്പെടുത്തുന്നുവെങ്കിൽ ലഹരി ഒരു മനുഷ്യനെ എത്രത്തോളം വലിയ നീചനാക്കുന്നുണ്ട് നമ്മൾ ആരും പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. കുട്ടികളെ കോളേജുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്കും ടൂറ് പറഞ്ഞയക്കുമ്പോൾ, പല ആഘോഷങ്ങൾക്കും ഒക്കെ കുട്ടികളെ പല സെലിബ്രേഷനും മറ്റുമൊക്കെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ക്യാഷും കൊടുത്ത് കുട്ടികളങ്ങ് വിടുകയാണ്. കുട്ടികൾ പലപ്പോഴും, പുതിയ കാലത്ത് ഇത്തരം വാർത്തകൾ എത്രയാണ് നമ്മൾ കേൾക്കുന്നത്. കുട്ടികൾ പോകുന്നു, മയക്കുമരുന്ന് വാങ്ങുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പല ഭാഗങ്ങളിലായി സുലഭമായിട്ട് കിട്ടാനുണ്ട്. നമുക്കിതേക്കുറിച്ച് അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും മറ്റുമൊക്കെ ഇതിൻ്റെ ഉറവിടങ്ങളും മറ്റുമൊക്കെ അറിയാം. അവർക്ക് ഇതൊക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ തലമുറയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഈ മുസ്ലിം ചെറുപ്പക്കാരെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് ലഹരി മാഫിയകളും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആരും ഇതേക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ അന്ന്
എറണാകുളത്ത് ചില കുട്ടികളോട്, ചില പെൺകുട്ടികൾ ലഹരി ഉപയോഗിച്ചിട്ട് ബോധമില്ലാതെ അവരോട് പേര് ചോദിച്ചിട്ട് പേര് പോലും പറയാൻ കഴിയാത്ത ചില വീഡിയോകളും മറ്റുമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞതാണ്. അപ്പോൾ ഇതാണ് പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാനും മറ്റുമൊക്കെ പോകുന്ന പല കുട്ടികളുടെയും അവസ്ഥ. ലഹരിക്ക് അടിമകളാവുന്നുണ്ട്. നമ്മൾ മക്കൾ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കട്ടെ എന്ന് കരുതി അവർ ചോദിക്കുന്ന അവർക്ക് ആവശ്യമായ ക്യാഷും കൊടുത്ത് നമ്മൾ പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷെ മക്കളെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ കുട്ടി ഒരിക്കലും ഇത്തരം തെറ്റുകളിൽ നിന്നും പോയി ചാടില്ല എന്നുള്ള അമിത വിശ്വാസം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളത് മാറ്റി വെക്കണം. നമ്മുടെ കുട്ടി നമ്മോട് സ്നേഹം കാണിക്കുന്നുണ്ടാവും. നമ്മുടെ കുട്ടിയാണ്. ഓരോരുത്തർക്കും അവനവൻ്റെ കുട്ടി, എനിക്ക് എൻ്റെ മകൻ, എൻ്റെ മകൾ എൻ്റെ രാജകുമാരിയാണ്, അല്ലെങ്കിൽ എൻ്റെ രാജകുമാരനാണ്. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ കാണുക. ഇത് എല്ലാ രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ സുബൈദ എന്ന് പറയുന്ന ഈ ഉമ്മയും മകനെന്ന് പറയുന്ന ആഷിഖിനെ കണ്ടിട്ടുള്ള അങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ മകൻ, എൻ്റെ പൊന്നോമന. ഇത് എല്ലാവരുടെയും എല്ലാ രക്ഷിതാക്കളുടെയും അവരുടെ മക്കളെക്കുറിച്ചുള്ള മനോഭാവമാണ് എന്ന് കരുതി നമ്മൾ മക്കളെ ശ്രദ്ധിക്കാതെ പോയാൽ, മക്കളെ നമ്മൾ പരിശോധിക്കാതെ പോയാൽ നമ്മൾ തന്നെ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. എത്ര സംഭവങ്ങൾ. കഴിഞ്ഞ വർഷമല്ലേ കുന്നംകുളത്തിനടുത്ത് ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ്റെ വല്ലിപ്പയെയും വല്യമ്മയെയും, ചെറുപ്പക്കാരനെ ചെറുപ്പം മുതലേ നോക്കി വളർത്തിയ വലുതാക്കിയ വല്ലിപ്പയെയും വല്യമ്മയെയും ഈ ലഹരി കാരണം വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയത്, വല്യമ്മയുടെ തലയൊക്കെ മുറിച്ച് മാറ്റിയ ഒരു സംഭവം ഉണ്ടായത് ഇത് അടുത്ത കാലത്ത് നടന്നതാണ്. ഒരു മുസ്ലിം കുടുംബത്തിൽ നടന്നതാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുസ്ലിം കുടുംബങ്ങളിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ അടുത്ത കാലത്ത് ധാരാളം കേൾക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂരും മറ്റുമൊക്കെ പഠിക്കാൻ പോകുന്ന, എറണാകുളം പോലെയുള്ള സിറ്റികളിലും മറ്റൊക്കെ പഠിക്കാൻ പോകുന്ന നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കുന്നില്ല എങ്കിൽ വല്ലാത്ത കഷ്ടമായിരിക്കും. ഇതുപോലെയുള്ള വാർത്തകൾ ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു നല്ല ബോധം നൽകട്ടെ, നല്ല ബുദ്ധി നൽകട്ടെ. ഇത്തരം ലഹരികളിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഓരോ സംഭവങ്ങളുണ്ട്. ഒരു വല്യമ്മ എന്നോട് പരാതി പറഞ്ഞിരുന്നു. പേരമകൻ ലഹരി ഉപയോഗിച്ചിട്ട് അവൻ്റെ ഉമ്മയെയും എന്നെയും ഒക്കെ ചീത്ത പറഞ്ഞു, ഞങ്ങളെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്യമ്മ അടുത്ത കാലത്ത് എന്നോട് പരാതി പറഞ്ഞിരുന്നു. ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഈ സംഭവമുണ്ട്. കുട്ടികൾ എങ്ങനെയാണ് ഇതിൽ ചെന്ന് പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. ഒരു വട്ടം ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയും അവർക്ക് ഉപയോഗിക്കണമെന്ന് തോന്നലുണ്ടാവും. പിന്നെ അവരതിന് അഡിക്റ്റായി മാറും. പിന്നെ അത് ലഭിക്കുന്നതിന് വേണ്ടി, അതിനുള്ള പണത്തിന് വേണ്ടി എന്ത് കുറ്റവും ചെയ്യാൻ അവർക്ക് മടിയുണ്ടാവില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലോ പിന്നെ അവർക്ക് ഉമ്മയാണ് എന്നോ പെങ്ങളാണ് എന്നോ തൻ്റെ ഉപ്പയാണ് എന്നൊന്നും ഒരു ബോധം ഉണ്ടാവില്ല. അവർ മൃഗങ്ങളെപ്പോലെ, അല്ലെങ്കിൽ മൃഗങ്ങളെക്കാളും അതപ്പതിച്ചൊരവസ്ഥയിലേക്ക് അവരെത്തിപ്പെടും. നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ സുബൈദ എന്ന് പറയുന്ന ആ ഉമ്മ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, അവർക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ആ ഉമ്മയുടെ ആ ശരീരം, ആ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് എന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. ഇത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ എല്ലാവരെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.